വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അതേസമയം യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ ചർച്ചയിൽ ധാരണയായി. ചർച്ച ഫലപ്രദമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച് സെലൻസ്കി. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നീണ്ടു. വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വിവരങ്ങൾ വൃന്ദ സൂചിപ്പിച്ച പോലെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അതിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളടക്കം പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയിൽ എല്ലാവരും തന്നെ ഉറ്റുനോക്കി യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും, അതിലേക്ക് ആവശ്യമായ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അതേസമയം യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പ് നൽകുന്ന കാര്യത്തിൽ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ഈ ഒരു കാര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ട്. അതായത് ഭാവിയിൽ യുക്രൈൻ റഷ്യയുടെ പ്രഹരം ഏൽക്കാതിരിക്കാൻ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. അതേസമയം ഈ ഒരു കൂടിക്കാഴ്ചയുടെ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഏകദേശം 40 മിനിറ്റോളം ഈ ഒരു സംഭാഷണം നീണ്ടു. ആ ഒരു സംഭാഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുക്കുമെന്ന കാര്യത്തിൽ ട്രംപ് ഒരു ഉറപ്പ് നൽകിയത്. അതായത് പുടിനും അതുപോലെ തന്നെ സെലൻസ്കിയും ട്രംപുമുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് വേദി ഒരുക്കും. അതുമായി ബന്ധപ്പെട്ട സമയവും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കുമെന്നാണ് ഈ ഒരു ചർച്ചയ്ക്കൊടുവിൽ ട്രംപ് വ്യക്തമാക്കിയത്. എന്തായാലും ഭാവിയിൽ ഈ ഒരു യുക്രൈന് മേൽ ഇനിയൊരു പ്രഹരം ഏൽക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ശക്തമാക്കുമെന്നാണ് ഈ ഒരു യോഗത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കിയും നന്ദി പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്കൊടുവിൽ ചർച്ച ഫലപ്രദമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ യുക്രൈന് മേൽ അല്ലെങ്കിൽ യുക്രൈൻ്റെ അതിർത്തി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്നാണ് ഇത്തരത്തിൽ ട്രംപ് വ്യക്തമാക്കിയത്. അതായത് ഈ ഒരു യുദ്ധസമയത്ത് യുക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യ പിടിച്ചടക്കിയിരുന്നു. അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ തന്നെ തടവിൽ ആക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിലെല്ലാം തന്നെ ഇനി അവരെ വിട്ടു നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നേർക്കുനേർ ചർച്ച ഒരുക്കുമെന്ന് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഫലപ്രദമായി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഈ ഒരു സുരക്ഷ, അതായത് യുക്രൈൻ്റെ സുരക്ഷ, ഭാവിയിൽ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം, റഷ്യയ്ക്ക് മേലൊരു നിയന്ത്രണം വരണമെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന് മേൽ നിയന്ത്രണം വരണമെങ്കിൽ ആദ്യം തന്നെ വെടിനിർത്തൽ കരാർ വരണം, അല്ലെങ്കിൽ കരാർ നിലവിൽ വരണം എന്നാണ് യുറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ, ജർമ്മനി അടക്കമുള്ള യുറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. കാരണം അത്തരത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ മാത്രമേ യുക്രൈന് മേലുള്ള റഷ്യയുടെ ആധിപത്യം കുറയുകയുള്ളൂ എന്നാണ് അവർ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അത്തരത്തിൽ വെടിനിർത്തൽ കരാർ ആദ്യം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്നൊരു ആശയം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ ഇനി ആ ഒരു നേർക്കുന്ന ചർച്ചയ്ക്കൊടുവിലായിരിക്കും ആ ഒരു തീരുമാനം ഉണ്ടാകുക. ഈ ഭൂമി വിട്ടു നൽകലും അതുപോലെ തന്നെ ആളുകളുടെ മോചനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പുടിനും സെലൻസ്കിയുമായി ഒരു ചർച്ച വേണമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ഒരു ത്രികക്ഷി ചർച്ചയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപും പുടിനും അതുപോലെ തന്നെ സെലൻസ്കിയുമായുള്ളൊരു നേർക്കുന്ന ചർച്ച ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുക. എന്തായാലും വെടിനിർത്തൽ കരാർ വേണം അല്ലെങ്കിൽ നിലവിൽ വരണമെന്ന് എല്ലാവരും ഒരുപോലെ മുന്നോട്ട് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും ചർച്ചയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ വൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാറോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഭാവിയിലെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു ചർച്ച നടന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത
പങ്കെടുത്ത ഡൊണാൾഡ് ട്രംപിന് സെലൻസ്കി നന്ദി അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിലാണ് വാഷിംഗ്ടണിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ചർച്ച, വൈറ്റ് ഹൗസിൽ ഒരു ചർച്ച നടന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സെലൻസ്കി നന്ദി അറിയിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്ക് മുന്നോട്ട് വന്ന ട്രംപിനും സെലൻസ്കി നന്ദി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചർച്ച ഫലപ്രദമെന്ന് ട്രംപും അറിയിച്ചിട്ടുണ്ട്. സെലൻസ്കിയുമായി സംസാരിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ച ഫലപ്രദമാണെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നത്. എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ചർച്ച ഫലപ്രദമെന്ന് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ത്രികക്ഷി ചർച്ച എന്തായിരിക്കും, അല്ലെങ്കിൽ ത്രികക്ഷി ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക എന്ന കാര്യത്തിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഒരു നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി കുറേ ജീവനുകൾ പൊലിഞ്ഞൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. യുക്രൈൻ്റെ പല ഭൂമിഭാഗങ്ങളും റഷ്യ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു അറുതി വരുത്തണം, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, റഷ്യയുടെ ആധിപത്യം അവസാനിപ്പിക്കണം എന്ന ആ ഒരു കാര്യത്തിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രികക്ഷി ചർച്ചയിൽ പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു സുരക്ഷ മാത്രമാണ് ഉറപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നായാലും ത്രികക്ഷി ചർച്ചയ്ക്ക് വേദി ഒരുക്കുമെന്ന് ട്രംപ് പറഞ്ഞ സാഹചര്യത്തിൽ അത് എന്നായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. ആ ത്രികക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ പുടിൻ അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെയും വെടിനിർത്തലിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. നിലവിൽ ട്രംപ് പറഞ്ഞനുസരിച്ച് നോക്കിയാൽ ചർച്ച ഫലപ്രദമാണ്. വേറെ ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റ് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ചർച്ച ഫലപ്രദമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. തിരിച്ച് സെലൻസ്കിയും നന്ദി അറിയിച്ചിട്ടുണ്ട്. വൃന്ദ, തീർച്ചയായും ത്രികക്ഷി ചർച്ച ഫലപ്രദമാകുമോ, സമാധാനം പുലരുമോ എന്നെല്ലാം തന്നെ ഇനി കണ്ടറിയേണ്ടതാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിൽ രാജ്.